Now it's time to unlock your dreams. Car on demand. The dream car of your choice. If you can dream it, we can show it. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കാർ മാർക്കറ്റിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും അധികം സെയിൽ ലഭിക്കുന്ന സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കാർ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റാണ്. ഇതിൽ മെയിൻ പ്ലെയർ ആയിട്ടുള്ള മാരുതിയുടെ ഓൾട്ടോ 800ഉം ഹ്യുണ്ടായി ഇയോണുമാണ്. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നെക്സ്റ്റ് പൂൾ ചെയ്ത് വന്നിരിക്കുന്ന ഒരു മോഡലാണ് റിനോയുടെ ക്വിഡ്. റിനോ നിസാൻ അലയൻസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത അടുത്ത മോഡലാണ് ഡാറ്റ്സൻ്റെ റെഡിഗോ. സോ കാർ ഓൺ ഡിമാൻഡിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഡാറ്റ്സൻ്റെ പുതിയ റെഡിഗോ. ജാപ്പനീസ് കാർ ബ്രാൻഡായ നിസാൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടാണ് ഡാറ്റ്സൺ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സബ്സിഡിയറിയിൽ കുറേ കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റഡ് കാർസാണ്, ബഡ്ജറ്റ് മോഡൽസാണ് ആക്ച്വലി ഡാറ്റ്സണിൽ കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറേ കൂടി യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ഒരു മോഡലാണ് റെഡിഗോ. നേരത്തെ ഗോ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, ഗോൻ്റെ ശേഷം നമ്മൾ ഗോ പ്ലസ് കണ്ടു. എന്നാൽ നെക്സ്റ്റ് വന്നിരിക്കുന്ന മോഡലാണ് റെഡിഗോ എന്നെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ക്വിഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം കുറച്ചുകൂടി ഇലോങ്ങേറ്റ് ചെയ്തിട്ടുള്ള, പക്ഷേ എന്നാൽ കുറേ കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ്സൻ്റെതായ ഒരു ഡിസൈൻ പ്രൊഫൈലോട് കൂടിയിട്ടാണ് ആക്ച്വലി റെഡിഗോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്വിഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് റെഡിഗോയിൽ കാണാൻ പറ്റുന്നു. ഒന്ന് സീറ്റിൻ്റെ ഒരു അപ്രൈറ്റ് പൊസിഷനിങ്ങും അതുപോലെ തന്നെ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ടോൾ ബോയ് സ്റ്റാൻസുമാണ്. ചില ഭാഗങ്ങളിൽ ക്വിഡിനേക്കാൾ അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് കുറേ കൂടി ഒരു കൺസർവേറ്റീവ് ഫീലാണ് നമുക്ക് റെഡിഗോയിൽ ലഭിക്കുന്നത്. എങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കാറായിട്ടാണ് റെഡിഗോനെ പറയാം. റെഡിഗോൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഹൈറ്റാണ് ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഹൈറ്റിലൂടെ ഒരുപാട് സ്പേസ് ഉപയോഗിക്കാനും ആ റൂമിനെസ് ഉൾക്കൊള്ളിക്കാനും ശരിക്കും ഡിസൈനേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഡാഷിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കുറേ ഡിസൈൻ എലമെൻറ്റ്സ് ഡാറ്റ്സൻ്റെ ടച്ച് വന്നെങ്കിലും കുറേ ഒരു യങ് യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഡാറ്റ്സൺ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിൽ ഏറ്റവും അധികം സ്പേസ് തോന്നിയിട്ടുണ്ടെങ്കിൽ റിയർ സീറ്റിൻ്റെ റൂമിനെസ് ക്വിഡിനേക്കാളോ അല്ലെങ്കിൽ മറ്റുള്ള ഈ സെഗ്മെൻറ്റിനേക്കാളോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റി ഇൻറ്റീരിയറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്യാവുന്ന തരത്തിലൊരു ബിൽഡ് ക്വാളിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലല്ല റെഡിഗോൻ്റെ ഇൻറ്റീരിയറിൽ. പക്ഷേ ഒരു പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിൽ വെച്ച് നോക്കണം നല്ലൊരു ഡീസൻറ്റ് ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. cc ഐസാറ്റ് എഞ്ചിനാണ് ഈ റെഡിഗോൻ്റെ പവർ ചെയ്തിരിക്കുന്നത്. നേരത്തെ റിനോ ക്വിഡിൽ കണ്ടിരിക്കുന്ന സെയിം പവർ ട്രെയിനാണ്. ഇതിൻ്റെ ഒരു നമ്മൾ പവറോ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിനേക്കാളേറെ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റ് എൻ്റർ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്, ആളുകൾ ആദ്യമായിട്ട് കാർ വാങ്ങുന്ന സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു കാറാണ്. അപ്പോൾ പവർ പെർഫോമൻസിനേക്കാളേറെ പ്രാക്ടിക്കാലിറ്റിയും അതുപോലെ തന്നെ ഇക്കണോമിയാണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 25.7 km/ലിറ്ററാണ് ഡാറ്റ്സൺ ഫ്യൂൽ എഫിഷ്യൻസി ആയിട്ട് ക്ലെയിം ചെയ്യുന്നത്. മറ്റുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഡ്രൈവിംഗ് ഫീലുള്ളത്. സ്റ്റിയറിംഗും ലൈറ്റാണ്, അതുപോലെ തന്നെ വെഹിക്കിളും ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പുഷ് ചെയ്യുമ്പോഴുള്ളൊരു കോൺഫിഡൻസ് കിട്ടായ്മ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രേക്കിങ്ങും നമുക്ക് കുറച്ച് ലാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് നമ്മളൊരു സിറ്റി കമ്മ്യൂട്ടിങ്ങിനാണെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു ഡ്രൈവ് ഡെലിവറിയും അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് ട്യൂണിങ്ങും സസ്പെൻഷനും ഉള്ളത്. ഒരു നല്ലൊരു തരത്തിലുള്ള ഹമ്പെല്ലാം തന്നെ ഈസിലി കയറി പോകാൻ തരത്തിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കാനും ഡാറ്റ്സൺ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇന്ത്യയിലെ ഒരു കോൺടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് എന്ന തരത്തിൽ റെഡിഗോ നമുക്ക് കൊടുക്കും.
ഹാവ് ഫൺ, ഡ്രൈവ് സേഫ്. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.